സൗഹൃദം സൊസൈറ്റി നടത്തുന്ന രാമായണ ശിബിരത്തിന്റെ ഭാഗമായി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ രചിച്ച മഹാകാവ്യം സമ്മിശ്ര രാമായണം ചർച്ചയും ആലാപനവും നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛനു ശേഷം മലയാളത്തിൽ എഴുതിയ രാമായണമായ സമ്മിശ്ര രാമായണം എന്തുകൊണ്ടും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണശപ്പണിക്കത് അദ്ദേഹം പണ്ടത്തെ മലയാളമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടെ കണ്ടു, കണ്ണശരാമായണം. ആ കണ്ണശരാമായണത്തില് പഴയ മലയാളത്തിന് ഇതേ ആശയം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് കുറച്ച് പഴയ മലയാളമാണ് ഞാനത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വലിയ മഹാമുനി ശ്രീനാരദനോടിതറിയ ശ്രീ വാൽമീകി കലിയെ ചോദിച്ചാണ്. വലിയ മഹാമുനിച്ചാൽ മധുരമുള്ള നല്ലവനായ മഹാമുനി ശ്രീ വാൽമീകി ശ്രീനാരദനോട് ഇതറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ആരെ ചോദിച്ചാൽ ആരാണ് ഉള്ളത്? സകല ഗുണങ്ങളും ഉടയവർ എന്നാണ് ചോദിച്ചത്. മനുകുല നായകനായ രാമൻ മഹിമ മുഹൂർത്ത ഗുണാകരനായ സ്ഥലപ്രവർത്തി പറയണം. ശ്രീരാമനാണ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ണശൻ ആ വാൽമീകി രാമായണം എന്നാണ് പറയുന്നത്. അവിടെയും മനുഷ്യൻ എന്നുള്ള ഭക്തിപ്രധാനമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വർണ്ണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈശ്വരനാണ് പറയുകയും ചെയ്യും. അപ്പൊ ഇതിനൊക്കെ മാനവരാശിയുടെ നിലനിൽപ്പിന് യുദ്ധങ്ങൾ ഭീഷണിയാണെന്ന സൂചനയും ഭരണവർഗത്തിന്റെ അധീശത്വ സ്വഭാവം ഇല്ലാതാക്കാനുള്ള അഭിലാഷവുമാണ് ഈ ഗ്രന്ഥത്തെ കൂടുതൽ കാലഘട്ടത്തിന് പ്രസക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പല രാമായണങ്ങളിലെയും പരാമർശങ്ങൾ സ്വാംശീകരിച്ച് കാലഘട്ടത്തിന് അനുസൃതമായി ശാസ്ത്രബോധത്തോടെയാണ് സമ്മിശ്ര രാമായണം രചിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നിരൂപകൻ കുറ്റിപ്പുഴ രവി സമ്മിശ്ര രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു രാമായണങ്ങളിലെ ചില പ്രധാന കഥാപാത്രങ്ങളെ ഗ്രന്ഥകാരൻ അവഗണിച്ചതും നിസാരവൽക്കരിച്ചതും ശരിയായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാവ്യഭംഗി കൊണ്ടും രചനാ വൈഭവം കൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ദൃഷ്ടാന്തീകരിച്ചു. ജോർജ് തോമസ്, ബാബുരാജ് ഇരിങ്ങാലക്കുട, ഉഷ രാമചന്ദ്രൻ, ശ്രീലത കാഞ്ഞിരക്കോട്, ജോൺസൺ കുന്നംപിള്ളി, ഇന്ദിര ടീച്ചർ വരവൂർ, രാജലക്ഷ്മി ശരത്, കമലം പനങ്ങാട്ടുകര, സാലി തോമസ്, നിഖിൽ വി എം, നിർമ്മല കോലഴി, ഉണ്ണി വടക്കാഞ്ചേരി, ദേവകി ചെമ്പൂക്കാട്ട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് കാവ്യാലാപനം നടത്തി. ദേവകി ചെമ്പൂക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ടി എൻ നമ്പീശൻ, കെ എച്ച് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. രാമായണ പാരായണ മത്സരത്തിൽ സൗമ്യ എം വി, ഇന്ദിര ടീച്ചർ വരവൂർ, ശ്രീലത കാഞ്ഞിരക്കോട് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.